സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന കോമ്പൗണ്ടിനകത്തുകൂടി ലൈൻ കമ്പികൾ കടന്നു പോകരുതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. പക്ഷേ ഇവിടെ അതൊന്നും പാലിക്കപ്പെട്ടില്ല. കുട്ടികളാണ്, അപകടമാണെന്ന് തോന്നിയാലും പലതും ചെയ്യാൻ മുതിരുന്ന പ്രായമാണ്. കുഞ്ഞുങ്ങളുള്ള സ്ഥലങ്ങളിലെ പരിതസ്ഥിതികൾ അപകടരഹിതമായി ഒരുക്കേണ്ടത് അധികൃതരാണ്. കൈയൊന്ന് ഉയർത്തിയാൽ പിടിക്കാൻ പാകത്തിൽ വൈദ്യുതി ലൈൻ ഉണ്ടായിട്ടും അതിന്റെ അപകടം തിരിച്ചറിയാനായില്ല ആർക്കും. ആ അനാസ്ഥയ്ക്ക് പകരം നൽകേണ്ടി വന്നത് ഒരു 13 വയസ്സുകാരന്റെ ജീവനും. കുളിപ്പിച്ചൊരുക്കി യൂണിഫോമും ഇടിയിപ്പിച്ച് സ്കൂളിലേക്ക് വിട്ട കുട്ടികൾ ആരുടെയൊക്കെയോ അനാസ്ഥയുടെ ഇരയായി ജീവനറ്റ് തിരികെ എത്തുന്നത് ആ മാതാപിതാക്കൾക്ക് എങ്ങനെ താങ്ങാനാകുമെന്നറിയില്ല. ഒരു ബെഞ്ചിലിരുന്ന് ഒരു പാത്രത്തിലുണ്ട് വളർന്നവൻ കൺമുന്നിൽ പിടഞ്ഞു വീണതിന്റെ വേദന ഒപ്പമുള്ള കുട്ടികൾക്ക് എങ്ങനെ മറികടക്കാനാകുമെന്നും അറിയില്ല. വീടിനേക്കാൾ കുട്ടികൾ സുരക്ഷിതരെന്ന് നമ്മൾ കരുതുന്ന വിദ്യാലയങ്ങളും രക്ഷിതാക്കളെക്കാൾ സ്നേഹവായ്പോടെ അവരെ ചേർത്തളയ്ക്കുന്ന അധ്യാപകരുമുള്ള നാട്ടിൽ പക്ഷേ ഇത്തരം അനാസ്ഥകൾ ഒരു സിസ്റ്റത്തെ തന്നെ സംശയത്തിന്റെ നിഴലിലാക്കും. സാങ്കേതിക വിദ്യകൾ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന കാലത്ത് ഇക്കാലം അത്രയും ആ സ്കൂൾ പരിസരത്തു കൂടി തലങ്ങും വിലങ്ങും പോയിരുന്നത് ഒട്ടും സുരക്ഷിതമല്ലാത്ത വൈദ്യുതി കമ്പികൾ. KSEBയും സ്കൂൾ മാനേജ്മെന്റും പക്ഷേ ഒന്നും അറിഞ്ഞില്ല. കുറച്ചു കാലത്തിനപ്പുറം നമ്മളെല്ലാവരും മിഥുനെ മറക്കും. പക്ഷേ മറക്കാത്ത മായാത്തൊന്നുണ്ട്. മകൻ മരിച്ച ഒരു പകൽ കഴിഞ്ഞിട്ടും അവന്റെ അടുത്തേക്കൊന്ന് ഓടിയെത്താൻ പോലും കഴിയാത്ത ഒരമ്മയുടെ തേങ്ങൽ. ആ വിലാപത്തിന് ആര് മറുപടി പറയും?